ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ നിലവിലത്തെ ഗെയിം പ്ലേ അനുസരിച്ച് നമ്മൾ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മുടെ ഡിഫൻസീവ് ഏരിയയിലാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നാളെ വിഷു ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി ചെയ്യുന്നുണ്ട്. അതിനെ നിങ്ങൾക്ക് വിഷു കൈനീട്ടമെന്നോ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷമെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മുടെ ഇതുപോലുള്ള സന്തോഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നേരെ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഏതൊരു മാനേജർ ഇട്ടാലും ഏതൊരു ഫോർമേഷൻ ഇട്ടാലും നമുക്ക് അറ്റാക്കിങ്ങിന്റെ കാര്യത്തിൽ ഏറെക്കുറെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഡിഫൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൽ നമ്മൾ ഫേസ് ചെയ്യാണ്. സോ നമ്മുടെ ഡിഫൻസീവ് ഫുൾ ബാക്കിൻ്റെ റോളിനെ കുറിച്ച് നമ്മൾ മുന്നേ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ 11ൽ എന്ത് തന്നെയായാലും ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യണം. ഈ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് നിങ്ങളുടെ ഡിഫൻസിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരുന്നു. നമ്മുടെ ഗെയിമിൽ തന്നെ നിങ്ങൾ ഫേസ് ചെയ്തതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസീവ് ഫുൾ ബാക്ക് ആരാണെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അതിൽ ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ മെജോറിറ്റി ഓഫ് ആൾക്കാർ കമൻറ്റ് ചെയ്തേക്കുന്നത് 5ഓളം കാർഡുകളാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഫുട്ബോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് 5 ആയിട്ടുള്ള നമ്മുടെ ഡിഫൻസീവ് ഫുൾ ബാക്കിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ റാങ്ക് അടിസ്ഥാനത്തിലാണ് നോക്കുന്നത്. ടോപ്പ് 5 മുതൽ നമ്മുടെ ടോപ്പ് 1 വരെ റാങ്ക് 1 വരെ നമ്മൾ നോക്കുന്നുണ്ട്. സോ നമ്മൾ നേരെ നമ്മുടെ സ്ക്വാഡിലേക്ക് പോവാണ്. നമ്മുടെ ഭാഗം കൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുന്നതിൽ ആ ഒരു ടോപ്പ് 5ൽ വന്നേക്കുന്ന 5 ആൾക്കാരും നമ്മുടെ സ്ക്വാഡിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നേരെ മൈ ടീമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്ലേയേഴ്സ് എടുക്കുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫിൽട്ടർ ചെയ്യാണ്. ഫിൽട്ടറിൽ ഇവിടെ പ്ലേയിങ് സ്റ്റൈലിൽ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആക്കി കൊടുക്കുവാണ്. യെസ്, ഡിഫൻസീവ് ഫുൾ ബാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ടോപ്പ് 5 ആയിട്ടുള്ള 5ഓളം ഡിഫൻസീവ് ഫുൾ ബാക്ക് നമ്മുടെ ഗെയിമിൽ തന്നെ ടോപ്പായി കിടക്കുന്ന 5ഓളം കാർഡുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ 3ഓളം കാർഡുകൾ ഡബിൾ ബൂസ്റ്റഡ് ആയിട്ടുള്ള എപ്പിക് ആണ്. പിന്നീടുള്ള 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഹൈലൈറ്റ് കാർഡുകളാണ്. ഈ ഒരു സെലക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. നമ്മുടെ ഒരു കാർഡിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലെയറിൻ്റെ എങ്ങനെ ഗെയിമിൽ കളിക്കുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ റേറ്റിങ്ങിനോ അല്ലെങ്കിൽ ഏത് കാർഡ് ടൈപ്പാണോ അല്ലെങ്കിൽ എത്ര ബൂസ്റ്റർ ആ ഒരു കാർഡിന് കൊണാമി തന്നിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളൊന്നും വാലിഡ് അല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 2 ഹൈലൈറ്റ് കാർഡുകൾ ഈ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ടോപ്പ് 5ൽ വന്നേക്കുന്നത്. സോ നമുക്ക് നേരെ ടൈം കളയാതെ നമ്മുടെ റാങ്ക് 5ലേക്ക് പോവാം. റാങ്ക് 5 എന്ന് പറയുന്നത് വളരെ ടഫസ്റ്റ് ആയിരുന്നു. കാരണം റാങ്ക് 4ഉം റാങ്ക് 5ഉം ഏകദേശം സെയിം ഗെയിം പ്ലേ അല്ലെങ്കിൽ സെയിം റിസൾട്ടും ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഗെയിമിൽ തരുന്ന 2 കാർഡുകളാണ്. ഇതിലിപ്പോൾ നേരെ വ്യത്യാസത്തിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ നമ്പർ 5 നമ്മുടെ കൊണ്ടയുടെ ഈ ഒരു കാർഡാണ്. തീർച്ചയായിട്ടും ഹൈലൈറ്റ് കാർഡാണ്. നമ്മുടെ ബാർസയുടെ ഒരു കാർഡാണ്. കൊണാമി ഈടെ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നേക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. സോ ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 90 അബോവ് നിൽക്കുന്നത് ആകെ സ്റ്റാമിന മാത്രമേ ഉള്ളൂ. അത്ര വലിയ രീതിയിൽ അല്ലെങ്കിൽ അത്ര OP ആയിട്ട് കിടക്കുന്ന സ്റ്റാറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു കാർഡ് നമ്മുടെ ഗെയിമിൽ തരുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഏതൊരു എപ്പിക്കിനോടും കിടപിടിക്കുന്ന ഒരു ഗെയിം പ്ലേ തന്നെയാണ് തരുന്നത്. ഏതൊരു എപ്പിക് സ്ക്വാഡിലും നമുക്ക് ഇടാൻ പറ്റുന്ന കണ്ണും പൂട്ടി ഇടാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് നമ്മുടെ കൊണ്ടയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഡിഫൻസിന് വേണ്ടുന്ന എല്ലാ സ്കില്ലും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഈ ഒരു സ്റ്റാറ്റിനും അല്ലെങ്കിൽ ഈ ഒരു സ്കില്ലിനും മുകളിലായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ തരുന്നുണ്ട്. എന്ത് കഴിഞ്ഞാലും OP ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഗെയിമിൽ തരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് ഫുൾ ബാക്ക് തന്നെയാണ് ഈ ഒരു കൊണ്ടയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. കൊണ്ടയുടെ ഏതൊരു കാർഡും നല്ല രീതിയിൽ ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സും അല്ലെങ്കിൽ ഡിഫൻസീവ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കാർഡ് തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സ്ക്വാഡിലേക്ക് ഇട്ട് നിങ്ങളുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. നമ്മുടെ നമ്പർ 4 നോക്കുവാണെങ്കിൽ മറ്റാരുമല്ല നമ്മുടെ വാൻ ബിസാക്കയുടെ ഈ ഒരു കാർഡ് തന്നെയാണ്. മുന്നേ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് എൻ്റെ RBയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇട്ടേക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. മുന്നേ നമ്മുടെ കൊണ്ടയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഗെയിമിലെ സ്റ്റാറ്റിനേക്കാളും പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കാർഡ് തന്നെയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും 97ഓളം ഈ ഒരു പുള്ളിക്കാരന് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 87 ആക്സലേഷൻ ഉണ്ട്, സ്റ്റാമിന വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസീവ് ആട്രിബ്യൂട്ട്സ് നോക്കുവാണെങ്കിൽ ടാക്കിൾ 94 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസീവ് എൻഗേജ്മെൻറ്റ് 91ഉം അതുപോലെ തന്നെ 88ഓളം നമ്മുടെ അഗ്രഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാർഡാണ്. ഈ ഒരു കാർഡിൻ്റെ ഈ ഒരു സ്റ്റാറ്റിനേക്കാളും മുകളിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ തരുന്നത് പുള്ളിക്കാരൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെയാണ്. 183ഓളം ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എവിടെയാണ് ഈ ഒരു ഫിസിക്കിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്പീഡും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ലെഗിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. പുള്ളിക്കാരൻ്റെ ആ ഒരു ലെഗ് വെച്ചിട്ട് തന്നെ ഏതൊരു ബോളും അല്ലെങ്കിൽ നമുക്ക് മാച്ചപ്പും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെ വെച്ച് ചെയ്യുന്ന ടൈമിൽ ഓപ്പോണൻറ്റ് എങ്ങനെ ഇട്ട് കൊടുക്കുന്ന പാസും പുള്ളിക്കാരൻ്റെ ലെഗിൻ്റെ നീളം കൊണ്ടുള്ള ആ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ ഇൻ്റർസെപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാർഡ് തന്നെയാണ്. നിങ്ങളുടെ സ്ക്വാഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേത് എപ്പിക്കിനെ മാറ്റി നിർത്തിയിട്ടും നിങ്ങൾക്ക് കളിപ്പിക്കാവുന്ന ഒരു കാർഡ് തന്നെയാണ്. ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം.
നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ തേർഡ് റാങ്ക് ആണ്. തേർഡ് റാങ്ക് എന്ന് പറയുന്നത് വളരെയധികം കൺഫ്യൂഷൻ തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഏകദേശം ഈക്വൽ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന 2 കാർഡുകളാണ്. അതിൽ തന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ 3 കിടക്കുന്നത് നമ്മുടെ മാൾഡീനയുടെ ഈ ഒരു കാർഡാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന 24 ഇയേഴ്സ് മാത്രം പ്രായമുള്ള മാൾഡീനയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് വന്നേക്കുന്നത് വളരെയധികം ഹൈപ്പിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഹൈപ്പിനൊത്തിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും ഗെയിമിൽ തരാത്തൊരു കാർഡ് തന്നെയാണ്. എന്ന് വെച്ചിട്ട് വളരെ മോശമെന്നല്ല, ആ ഒരു ഹൈപ്പിൻ്റെ അത്ര ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും എനിക്ക് നിലവിൽ കിട്ടിയില്ല. ഇനി പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്ത് കളിപ്പിച്ച് നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു കാർഡ് എങ്ങനെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കോമന്റ് ചെയ്യുക. ഈ ഒരു കാർഡിന് കിട്ടിയേക്കുന്ന ആ ഒരു ഹൈപ്പിൻ്റെ അത്ര ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു കാർഡിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും നല്ല സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 80ഓളം ബോൾ കൺട്രോളും അതുപോലെ തന്നെ സ്പീഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിഫൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ ഓപ്പി ആയിട്ട് കിടക്കുന്ന ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പീഡ് 90ഓളം വരുന്നുണ്ട്. ഒരു ഫോർവേഡിനെ കിട്ടുന്ന അത്രയും ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ സ്പീഡിൻ്റെ കാര്യത്തിൽ വന്നേക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഗെയിമിൽ തന്നെ ടോപ്പ് 3 കിടക്കുന്ന ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കോമന്റ് ചെയ്യുക. നമുക്കിവിടെ സ്കില്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്രസ് എന്ന സ്പെഷ്യൽ സ്കില്ല് ഉൾപ്പെടെ എല്ലാവിധ സ്കില്ലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാർഡ് തന്നെയാണ്. ഏരിയ സുപ്പീരിറ്റിയും അതുപോലെ തന്നെ ത്രൂ പാസിംഗും ആണ് ഞാനിപ്പോൾ അഡീഷണൽ ആയിട്ട് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ 2 നോക്കാൻ പോകുന്നത് നമ്പർ 1 ആണ്. ഇനി കിടക്കുന്നത് നമ്മുടെ കോസ്റ്റക്കുട്ടിയുടെ ഡബിൾ ബൂസ്റ്റർ കാർഡും അതുപോലെ തന്നെ തുറാമിന്റെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡുമാണ്. ഇതിൽ റാങ്ക് 1 ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരുമല്ല, നമ്മുടെ തുറാമിന്റെ ഈ ഒരു കാർഡ് തന്നെയാണ്. എൻ്റെ പൊന്നു ഗൈസ്, അത്രയും ഓപ്പി ആയിട്ട് കിടക്കുന്ന ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കാർഡ് തന്നെയാണ്. ഈ ഫുട്ബോൾ 25 നിലവിൽ വന്നേക്കുന്നതിൽ ഏറ്റവും വേർത്ത് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് നമ്മുടെ തുറാമിന്റെയും അതുപോലെ തന്നെ മാൾഡീനിയുടെ ഒക്കെ ആ ഒരു പാക്ക് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ വൈപ്പ് ഔട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു കാരണവശാലും റിഗ്രറ്റും കാര്യങ്ങളൊക്കെ വരാത്ത ഒരു പാക്ക് തന്നെയായിരുന്നു. അതിൽ വന്നേക്കുന്നതിൽ എല്ലാ കാർഡും വളരെ ഓപ്പി ആയിട്ട് കിടക്കുന്ന ആട്രിബ്യൂട്ട്സും അതുപോലെ തന്നെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ തരുന്ന ഒരു കാർഡ് തന്നെയാണ്. തുറാമിൻ്റെ ഈ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുറാമിൻ്റെ സ്റ്റാറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് 96ഓളം സ്പീഡും അതുപോലെ തന്നെ 89ഓളം ആക്സലേഷൻ അതുപോലെ തന്നെ കിക്കിംഗ് പവർ നിങ്ങൾക്ക് നോക്കാം, ജമ്പിങ് നോക്കാം, അതുപോലെ തന്നെ ഫിസിക്കൽ കോൺടാക്ട് നോക്കാം. ഏതൊരു മേഖലയിലും അത്രയും ഓപ്പി ആയിട്ട് കിടക്കുന്ന സ്റ്റാറ്റും ഉണ്ട്. അതിന് മുകളിൽ കിടക്കുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ തരുന്നുണ്ട് ഗൈസ്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു സ്പീഡിൻ്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിഫൻസീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജും പുള്ളിക്കാരൻ്റെ ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഗെയിമിൽ അത്രയും ഓപ്പിയാണ്. RB എന്ന പൊസിഷനിൽ പുള്ളിക്കാരൻ ഇട്ടാൽ അല്ലെങ്കിൽ CBയിൽ നമുക്ക് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേങ്കിൽ ഞാനിപ്പോൾ നിലവിൽ RB തന്നെയാണ് ഇടുന്നത്. RBയിലാണ് നമുക്ക് കുറച്ചും കൂടി സ്പീഡും കാര്യങ്ങളൊക്കെ വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം പറയാനുള്ളത്. സോ നമ്മുടെ തുറാമിൻ്റെ ഈ ഒരു കാർഡാണ് ഗെയിമിൽ തന്നെ OP ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ റാങ്ക് 1 ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ മുന്നേ വന്നേക്കുന്ന ആ ഒരു ഫ്രാൻസിൻ്റെ കാർഡ് എന്ന് പറയുന്നതും വളരെ OP ആയിട്ട് കിടക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. നിലവിൽ എൻ്റെ കയ്യിൽ ഈ ഒരു കാർഡ് മാത്രമാണുള്ളത്. നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തുറാം കഴിഞ്ഞാൽ എനിക്ക് ഗെയിമിൽ അത്രയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന ഡിഫൻസീവ് ഫുൾ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റക്കുട്ടിയുടെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡാണ്. നമുക്ക് ഫ്രീ ആയിട്ട് തന്ന ആ ഒരു സിംഗിൾ ബൂസ്റ്റർ കാർഡ് പോലും കോസ്റ്റക്കുട്ടിയുടെ അത്രയും OP ആയിട്ട് കിടന്ന അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് നമ്മുടെ LB എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഭരിച്ച അല്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും സബ്സ്റ്റിറ്റ്യൂട്ട് പോലും ചെയ്യാത്ത, ഏതൊരു ഫോമിലാണെങ്കിൽ പോലും സബ്സ്റ്റിറ്റ്യൂട്ട് പോലും ചെയ്യാത്ത ഒരു കാർഡായിരുന്നു ആ ഒരു സിംഗിൾ ബൂസ്റ്റർ കാർഡ്. അതിനുശേഷം വന്നേക്കുന്ന കോസ്റ്റക്കുട്ടിയുടെ ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡാണെങ്കിൽ പോലും അത്രയും പെർഫോമൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ ബൂസ്റ്റിൻ്റെ ആ ഒരു പെർഫോമൻസ് കാരണം ഈ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡിന് എത്രത്തോളം ഹൈപ്പും കാര്യങ്ങളൊക്കെ ഗെയിമിൽ ഉണ്ടായോ ആ ഒരു ഹൈപ്പിനേക്കാൾ മുകളിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കാർഡ് തന്നെയായിരുന്നു കോസ്റ്റക്കുട്ടിയുടെ ഡബിൾ ബൂസ്റ്റർ ആയിട്ടുള്ള ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. സിംഗിൾ ബൂസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ പുള്ളിക്കാരന് നമ്മുടെ ഫോർട്രസ് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ സ്കില്ലിന്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന ടൈമിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സെക്കൻഡ് റാങ്ക് കൊടുത്തേക്കുന്നത് കോസ്റ്റക്കുട്ടിയുടെ ഈ ഒരു കാർഡ് തന്നെയാണ്. പുള്ളിക്കാരൻ്റെ സ്റ്റാറ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഡിഫൻസീവ് ആയിട്ടുള്ള എല്ലാ എബിലിറ്റീസും കാര്യങ്ങളൊക്കെ OP ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് ഡിഫൻസീവ് എൻഗേജ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 99ഓളം കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ കസ്റ്റം ചെയ്തേക്കുന്ന ഒരു പ്രൊഫഷനാണ് ഈ കാണിച്ചേക്കുന്നത്. സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 86ഉം അതുപോലെ തന്നെ ആക്സിലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80ഓളം കിട്ടുന്നുണ്ട്. ഞാൻ കൊടുത്തേക്കുന്ന ആ ഒരു പ്രൊഫഷൻ കൂടി കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് ഞാൻ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്രൊഫഷൻ വഴി കളിപ്പിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. സോ നമ്മുടെ ഡിഫൻസീവ് ഫുൾ ബാക്കിന്റെ കേസിൽ ഈ ഒരു രീതിയിലാണ് റാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഈ ഒരു 5 കാർഡ് നോക്കുകയാണെങ്കിൽ പോലും ഗെയിമിൽ അത്രത്തോളം പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന കാർഡുകൾ തന്നെയാണ്. ഏതൊരു കാർഡ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വിശ്വസിച്ച് തന്നെ നമ്മുടെ RBയിലും അതുപോലെ തന്നെ LBയിലും ഇടാൻ പറ്റുന്ന കാർഡുകൾ തന്നെയാണ് നമ്മളിന്ന് കവർ ചെയ്തേക്കുന്ന ഈ ഒരു 5 കാർഡും. ഈ ഒരു കാർഡുകളിൽ ഏതൊക്കെ കാർഡുകളാണ് നിങ്ങളുടെ സ്കോഡിലുള്ളത്, എങ്ങനെയാണ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നത്, ഈ ഒരു 5 കാർഡുകളിൽ പെടാത്ത ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്ന ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു 5 കാർഡുകൾക്ക് എങ്ങനെ റാങ്കിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, ആ ഒരു ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഗൈസ്, വീഡിയോ വേണ്ടിയാണ് ഇതുപോലുള്ള പോളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നമ്മുടെ വീക്കിലിയുള്ള പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ ഈ ഫുട്ബോളുമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, വീഡിയോ വേണ്ടിയാണ്. ബൈ ഗൈസ്.